വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നബിദിനത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. UAE ഒഫീഷ്യലായിട്ട് നബിദിനത്തിൻ്റെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല മുസ്ലിം രാജ്യങ്ങളും നബിദിനത്തിന് അവധി കൊടുക്കലുണ്ട്. പലരും ചോദിക്കുന്നുണ്ടാവുമ്പോൾ ഉള്ളിലുണ്ടാവും, എന്നാൽ സൗദിയിൽ അവധിയുണ്ടോ, സൗദിയിൽ നബിദിനായിട്ട് അവധിയുണ്ടോ എന്നുള്ളത്. സൗദിയിൽ മുമ്പ് അവധി ഉണ്ടായിരുന്നു. സൗദിയിലെ അവധി ഒരു 1960കളോ 70കൾക്കോ ഇടയിലാണ് ആ അവധി ഇല്ലാതാക്കിയത്. അതായത് പണ്ട് തുർക്കികളുടെ കയ്യിലായിരുന്നു സൗദി ഭരണമൊക്കെ ഉണ്ടായിരുന്നത്. തുർക്കികളുടെ കയ്യിൽ നിന്ന് 1910 ആ കാലയളവിൽ പിന്നീട് അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ടപ്പോഴും മീലാദുൻ നബിയുടെ അവധി അവർ തുടർന്നു പോയിരുന്നു. അങ്ങനെ 1960കളായി കഴിഞ്ഞപ്പോൾ ആ അവധിയൊക്കെ ഒഴിവാക്കി. അങ്ങനെ ഇന്ന് സൗദി അറേബ്യയിൽ മീലാദുൻ നബിയുടെ ഒരു അവധിയില്ല. ഇപ്പോൾ ലോകത്ത് തുർക്കി അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ, ഗൾഫിലെ പല രാജ്യങ്ങളിലും ഈ മീലാദുൻ നബിയുടെ അവധി കാണാം. മീലാദുൻ നബിക്ക് അവധി കൊടുക്കേണ്ടതില്ലെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. കാരണം നബിദിനം തന്നെ ഇല്ല. അങ്ങനെ ഇപ്പോൾ ഒരു നബിദിനം നബി ആഘോഷിച്ചിട്ടുണ്ടോ, സ്വഹാബികൾ ആഘോഷിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് എന്തിനാണ് നബിദിനം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ആരുടെയും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനുള്ളൊരു വീഡിയോ അല്ല കേട്ടോ. ഏതൊരാൾക്ക് എന്ത് മണ്ടത്തരം വിശ്വസിക്കാം. എന്ത് മണ്ടത്തരാണെങ്കിൽ പോലും നമ്മൾ ആ മണ്ടത്തരത്തിന് എന്തില്ല, ചോദ്യം ചെയ്യാനില്ല. ഈ നബിദിനം എന്ന് പറയുന്നത് ഒരാളുടെ വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റമൊന്നുമല്ല. ഇപ്പം നബിദിനം ഒരാളുടെ ഉള്ളിൽ നബിയോട് സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കാലത്തിനും ദേശത്തിനും അവൻ്റെ വിശ്വാസത്തിനും അനുസരിച്ചിട്ടുള്ള ഇതിൻ്റെ വിശ്വാസ പ്രകടനങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിദിനം ഉണ്ടോ വെച്ചാൽ നബിനെ അവിടെ തന്നെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്ത് നബിദിനാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബിനെ നമ്മുടെ മുൻപിലുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തെളിവ് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ഇജ്മാ ഉണ്ടോ, ഖിയാസ് ഉണ്ടോ എന്നല്ല. നബി എന്ത് പറയുന്നു, നബി എന്ത് സമ്മതം പറയുന്നു, അതല്ലേ അവർക്കെല്ലാം നബിയാണ്. അപ്പോൾ അവരുടേതായ രീതിയിൽ അവരുടെ നബിദിനം എന്ന് പറയുന്നത് നബി തന്നെ അവർക്ക് കയ്യിലുണ്ട്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് നബിയോടുള്ള സ്നേഹത്തിൽ ചില ആളുകൾ പാട്ടുപാടുന്നു, ചില ആളുകൾ പ്രസംഗിക്കുന്നു. പിന്നെ കുറച്ച് മൗലിദുകൾ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഈ മങ്കൂസ് മൗലിദ്, ബദർ മൗലിദ്, നമ്മുടെ നാട്ടിലുള്ള കേരളക്കാരുണ്ടാക്കിയ മൗലിദിനപ്പുറം നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടാക്കിയ ഒരുപാട് മൗലിദുകളുണ്ട്. ആ മൗലിദുകളൊക്കെ പാരായണം ചെയ്തിരുന്നു. ഇപ്പം ചിലവർക്കൊക്കെ ഒരു പുച്ഛാണ് മൗലിദൊക്കെ. ഉസ്താദുമാർ കാശ് തട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന പരിപാടി. എന്ത് കാശ് തട്ടാനും? ഓരോരുത്തരും നബിദിനത്തിന് വേണ്ടിയിട്ട് ഹബീബായ നബിയോടുള്ള ഇഷ്ടം കൊണ്ട്, നബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അവരെന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കണമെങ്കിൽ ഓക്കെ. ആരെങ്കിലും ഉസ്താദുമാർ വന്ന് തോക്ക് കാണിച്ചിട്ട് ഞാൻ മൗലൂദെല്ലാം പോവാണ്, മര്യാദക്ക് പണം തരണം എന്ന് പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ ഉസ്താദുമാരെ മോശമാക്കരുത്. ഇപ്പോൾ നബിദിനം എന്ന് പറയുന്നത് നബിനെ സ്നേഹിക്കുന്നവർക്കുള്ളൊരു ദിവസമാണ്. നബിനെ സ്നേഹിക്കുന്നവരൊരു എക്സ്ട്രീം ലെവലല്ല നബിദിനം. എന്നും നബിദിനമാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. അവിടെ മൗലൂദുണ്ടോ, ഇവിടെ മൗലൂദുണ്ടോ? മക്കത്തും ഹറമിലൊക്കെ മൗലൂദുള്ള ഒരു കാലുണ്ട്. ഇപ്പം അവിടുത്തെ ഭരണകൂടത്തിൻ്റെ വ്യത്യസ്ത ആശയങ്ങളാണ്. അവർ ഇനി മൗലൂദ് ചെല്ലിയില്ലെങ്കിലും പ്രശ്നമില്ല. മൗലിദ് ചൊല്ലാത്തവരെ നമ്മൾ മോശാക്കണ്ട, മൗലിദ് ചെല്ലുന്നവരെയും മോശാക്കണ്ട. മൗലിദുകൾ എന്ന് പറഞ്ഞാൽ ഹബീബ നബിയെ പാടി പുകഴ്ത്തുന്ന അപദാനങ്ങളാണ്. അത് അറബിയിലാണ്. നമ്മളിപ്പോൾ ഈ പറയുന്നതും ഒരു മൗലിദ് തന്നെ, ഹബീബ നബിയെ കുറിച്ചുള്ളത്. അപ്പോൾ നബിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാസത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതല്ല. ഞങ്ങളൊരാൾ കൊണ്ടെന്നാൽ അൽഹംദുലില്ലാ ഓൻ അതെങ്കിലും ചെയ്തല്ലോ. ഇതിലിരുന്ന് കളിയാക്കണവരുണ്ട്, അന്ന് നിങ്ങൾ റോഡ് ബ്ലോക്ക്. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റോഡ് ബ്ലോക്ക് ആവാത്ത? ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറം നടുവട്ടത്തൊക്കെ പോയാൽ അവിടെ എപ്പോഴും റോഡ് ബ്ലോക്കാണ്. അതിപ്പോൾ നബിദിനായിട്ടാണോ? നബിദിനത്തിൻ്റെ വല്ല കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയിടോ. നിങ്ങൾ വന്നു നോക്കിയ ഒരു ദിവസം നല്ല മിഠായി കിട്ടും, നല്ല പായസം കിട്ടും, പിന്നെ കുട്ടികൾ അടിപൊളി ദഫ് കാണാം. അതൊരു സന്തോഷമല്ലേ? സന്തോഷം വരാത്തവരോട് ഇപ്പോൾ ഒന്നും പറയാൻ കേട്ടോ. എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ച ഒരു ഉപമുണ്ട്. അതായത് ഒരു വീട്ടിലൊരു കുട്ടീനെ കാണാതായിട്ട് ഗംഭീരമായ അന്വേഷണമായി പോലീസിൽ ഇൻഫോം ചെയ്തു. പോലീസ് അന്വേഷിക്കുന്നില്ല. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് ആ വീട്ടിലെല്ലാവരും കരഞ്ഞ് തളർന്ന് TV-യിലൊക്കെ പരസ്യം കൊടുത്തു. ഒരു ദിവസം അത്ഭുതകരമായിട്ട് ആ കുഞ്ഞിനങ്ങോട്ട് തിരിച്ചു കിട്ടിയ സമയത്തുണ്ട് റബ്ബേ, ആ കുഞ്ഞിൻ്റെ ഉമ്മ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു. ആ കുട്ടിനെ കിട്ടിയ സന്തോഷം ഉമ്മ കാണിച്ചത് കരഞ്ഞിട്ടാണ്. വാപ്പ എത്ര ദിവസങ്ങളായി ഉറക്കൊഴിച്ച് നടന്നിരുന്ന ആ വാപ്പ അൽഹംദുലില്ലാ പറഞ്ഞിട്ട് അയാളൊന്ന് സുന്ദരമായിട്ട് കണ്ണടച്ചു. മാമിമാരും താത്തമാരും ഇവർക്ക് സന്തോഷം കൊണ്ട് ഇവർ പായസം വെക്കുന്നു, പായസം കൊടുക്കും, ആൾക്കാർക്ക് കൊടുക്കുന്നു, മിഠായി കൊടുക്കുന്നു, ആനന്ദത്തിൻ്റെ സന്തോഷ നൃത്തം ചെയ്യുന്നു. അവരുടെ സന്തോഷങ്ങൾ. ഇതിലിപ്പോൾ ഏത് സന്തോഷമാണ് ഹറാമും, ഏത് സന്തോഷമാണ് ഇപ്പോൾ ഇങ്ങനെ സന്തോഷിക്കാവുന്നുണ്ടോ? ഉമ്മാടുങ്ങൾ കരയാൻ പാടില്ല, നിങ്ങളുടെ കരയണ സന്തോഷം ശരിയായില്ല. സന്തോഷം വരുമ്പോൾ ചിരിക്കല്ലേ വേണ്ടതെന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ സന്തോഷം അങ്ങനെയാണ് കാണിക്കുക. ഗൾഫിൽ നിന്ന് വന്ന മകനെ കണ്ടാൽ ഉമ്മ കരയും, അത് ഉമ്മാൻ്റെ സന്തോഷമാണ്. ചില ഭാര്യമാർ കരയും, അത് അവരുടെ സന്തോഷമാണ്. ഉപ്പ നിങ്ങളെന്താ കിടന്ന് ഉറങ്ങിയിരിക്കണം, നിങ്ങൾ കുറേ ദിവസമായിട്ട് മൂപ്പര അങ്ങോട്ട് വിളിക്കലും മൂപ്പരൊന്ന് സ്ട്രെസ്സൊക്കെ ഒന്ന് ഡീസ്ട്രെസ് ചെയ്തിട്ട് കിടന്ന് സന്തോഷിച്ചതാണ്.
അവർ മറ്റൊരു പായസം ഉണ്ടാക്കി അത് ശരിയല്ല, ഇത് എന്ത് ശരിയല്ല എന്ന് ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ച് ഓരോരുത്തർ സന്തോഷിക്കട്ടെ. ഹബീബായ നബിൻ്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത് ഒരു രാജ്യം അവധി കൊടുത്ത് ആഘോഷിക്കുന്നു. മഹത്തായ നമ്മുടെ രാജ്യം അവധി കൊടുത്ത് ആഘോഷിക്കുന്നു. അത് കണ്ടിട്ട് കുറച്ച് മാപ്പിളാർ ഈ അവധി ശരിയല്ല, അവധി നീക്കണമെന്ന് കരുതുന്ന ഉള്ളിൽ ഇതെന്തോ ഒരു നബിദിനം വന്നാൽ ഈ ബാങ്ക് കേട്ടാൽ ഈ പള്ളിക്കാട്ടിൽ നിന്ന് ഓരിയിടുന്ന ചില കുറുനരികളില്ലേ, കുറുക്കന്മാരില്ലാതെ കുറുനരികളാണ്. ഈ കുറുനരിയുടെ സ്വഭാവമുള്ള എന്തോ ഒരു അസ്വസ്ഥത ഉള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ ആ അസ്വസ്ഥതൊക്കെ ഒന്ന് മാറ്റി നബിദിനത്തിന് നമ്മുടെ ഉള്ളിൽ ആ ഹബീബായ നബിയോടുള്ളൊരു സന്തോഷം വരുമ്പോൾ ആ സന്തോഷ പ്രകടനങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. അൽഹംദുലില്ലാ, ആ മാസമെങ്കിലും വന്നാൽ അൽഹംദുലില്ലാ. എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചത് ഈ മാസം എന്നല്ല, എല്ലാ ദിവസവും എല്ലാ നിമിഷത്തിലും നബിദിനമാണ്. കാരണം ആ നബിയുടെ കാരണമാണ് ഈ ലോകം തന്നെ ഉണ്ടായത്, ആദം നബി ഉണ്ടായത്. ആദ്യം ഉണ്ടായത് ഹബീബായ നബിയുടെ നൂറാണ്. അത് ദിവസങ്ങൾ പടക്കുന്നതിന് മുൻപ്, ഈ ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപുണ്ടായ നൂറാണ്. അപ്പം അതിനൊരു ദിവസമില്ല, അതൊരു മനുഷ്യരൂപം പൂണ്ടിട്ട് എവിടേക്ക് വന്നതിൻ്റെ ജന്മദിനമാണെന്ത് ഈ റബീഉൽ അവ്വൽ 12. അന്ന് അവധി കൊടുക്കുന്ന സർക്കാർ. ഇങ്ങനെ നബിദിനത്തിന് അവധി കൊടുക്കണ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ പട്ടിക ഒന്ന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്ത്യ അവധി കൊടുക്കലുണ്ട്, പാകിസ്ഥാൻ അവധിയുണ്ട്, ബംഗ്ലാദേശ് അവധിയുണ്ട്, ഇന്തോനേഷ്യ അവധിയുണ്ട്, UAE, ഇങ്ങനെ ഗൾഫ് രാഷ്ട്രങ്ങൾ, ഇങ്ങനെ ഞാനിപ്പോൾ ഈ പറഞ്ഞതല്ലാത്ത ഈ തുർക്കിയിൽ അവധിയുണ്ട്, ഈ ജോർദാനിൽ അവധിയുണ്ട്. ഞാൻ ഈ പറഞ്ഞതല്ലാത്ത വേറെ ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ നബിദിനത്തിന് അവധിയുണ്ട്. തജാക്കിസ്ഥാനിലുണ്ട്, കസാക്കിസ്ഥാനിലുണ്ട്, ഉസ്ബെക്കിസ്ഥാനിലുണ്ട്, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ അവധിയുണ്ട് കേട്ടോ. സൗദി അറേബ്യയിൽ അവധിയില്ല. ഞാൻ പറഞ്ഞല്ലോ, സൗദിയിൽ മുമ്പ് അവധി ഉണ്ടായിരുന്നു, പിന്നെ എടുത്ത് നീക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന അവധിയുള്ള രാജ്യങ്ങളൊക്കെ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് സന്തോഷങ്ങളൊന്ന് പങ്കുവെക്കും. മറ്റൊരു കാര്യം പറയാനുണ്ട്, കുറച്ച് ദിവസമായിട്ട് എനിക്ക് തീരെ സുഖമില്ല. രാത്രിയായാലും ഭയങ്കര പനിയാണ്. ഭയങ്കര പനിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണവും ഭയങ്കര പനിയും. അങ്ങനത്തെ ഒരു 4-5 ദിവസമായിട്ട് കണ്ടിന്യൂ ആയപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ ബ്ലഡും യൂറിനൊക്കെ ചെക്ക് ചെയ്തു. യൂറിൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസമായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും എനിക്ക് ഈ രാത്രിയിൽ ഭയങ്കര പനിയാണ്. പനിക്ക് കുറവില്ല. ഇനിയിപ്പോൾ അടുത്ത ചൊവ്വാഴ്ചക്കാണ് ഞാൻ ഡോക്ടറെ ഒന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതിലാണ് എൻ്റെ അടുത്തൊക്കെ ഒരു മൊയിലിയർ വന്നു. ആ മൊയിലിയർ വന്നിട്ട് ഒരാളെ കൂട്ടിയിട്ട് വരികയാണ്, ഒരു 10 മിനിറ്റ് ഒന്ന് സംസാരിക്കാനാണെന്ന് പറഞ്ഞു. അവിടെ എന്താ സംഭവം എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് കൗൺസിലിങ്ങിനെല്ലാം മനസ്സിലായി. പറഞ്ഞാൽ 10 മിനിറ്റ് സംസാരിച്ചിട്ട് കൗൺസിലിംഗ് നടക്കില്ലല്ലോ. എനിക്ക് ഒരൊറ്റ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് നിങ്ങൾ സംസാരിക്കാൻ റെഡി ആവണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. തന്നെ രാത്രി 9:30 മണിക്ക് വന്ന് വീട്ടിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ, അദ്ദേഹം വരുമ്പോൾ ഒരു കവർ നിറച്ച് എന്തൊക്കെ സാധനങ്ങൾക്ക് തന്നു ഗിഫ്റ്റ് ആയിട്ടുള്ളൊരു, ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരാളാണ്, ഇതിൽ കുറച്ച് പെർഫ്യൂംസ് ആണ് നിങ്ങൾക്കുള്ള സമ്മാനമാണ്. അൽഹംദുലില്ലാ, സന്തോഷം, ഞങ്ങൾക്ക് എടുത്ത് വെച്ചു. അങ്ങനെ മൊയിലിയർ എന്നോട് സംസാരിക്കണത് ഈ വന്ന ആളെ കുറിച്ചാട്ടോ. ഇയാളുടെ ഫാമിലിയിൽ വലിയ പ്രശ്നങ്ങളാണ്. ഭാര്യയുടെ മേത്ത് എന്തോ ഒരു ബാധ കയറിയിട്ടുണ്ട്. 13 വർഷമായിട്ട് ആ ബാധ ഉണ്ട്. അങ്ങനെ ഭാര്യയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയാണ്. അപ്പം ഞാൻ ഈ മൊയിലിയർ ഇങ്ങനെ നോക്കിയിരിക്കുക. പെട്ടെന്ന് ഈ ചെങ്ങാതിയുടെ രൂപമുണ്ട് മാറി, ഒരു പാമ്പ് പോലെ കൊണ്ടായിട്ട് ആകെ ഒരു ഭീകരമുഖം. ഞാനൊരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അത് പ്രതീക്ഷിക്കണതല്ലല്ലോ. ഞാൻ വേഗം എനിക്കറിയാവുന്ന ദിക്ർ അങ്ങോട്ട് ചെല്ലിട്ട് ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞു. അയാളോട് അങ്ങോട്ട് ഇരുന്നു. ഞാൻ ഈ സ്ഥാനം വെച്ച് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ഈ കാട്ടിക്കണത്, ഇയാൾക്കിത് ഇളകുന്നുണ്ടെങ്കിൽ, ഇയാളുടെ മേത്തുണ്ടെങ്കിൽ ആദ്യം പറയണ്ടേ, നമ്മളെ മനുഷ്യന്മാരെ പേടിപ്പിക്കണോ? അപ്പോൾ ഇയാൾക്ക് അറിയേണ്ടത്, ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഒരു ബ്രഹ്മരക്ഷസ് കയറിയ ഒരു വിഷയം പറഞ്ഞിരുന്നു. അത് മാറ്റിക്കൊടുത്ത ഒരാളെ വിഷയം ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. ആ ആളുടെ നമ്പർ കിട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇയാൾ എന്നോട് ഈ വിഷയം, അതായത് ഇയാളുടെ മേത്തും പിശാച് ഉണ്ടെന്ന് പറയാതിരിക്കാൻ കാരണം അതങ്ങനെ എല്ലാവരും മുന്നിലും പ്രത്യക്ഷപ്പെടില്ലത്രേ. ഒന്ന് അത് ചികിത്സിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇളകും, അല്ലെങ്കിൽ വലിയ മക്കാമിൽ പോയാൽ ഇളകലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സൂഫി ഗുരുവിൻ്റെ പേര് പറഞ്ഞിട്ട് ആ സംസാരം തുടങ്ങിയതോട് കൂടിയിട്ട് ഇയാളെ മേത്തുന്നത് ആ ഒളിച്ചിരിക്കുന്ന രക്ഷസ് പുറത്തിറങ്ങി. ഇപ്പോൾ ഞാൻ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് മൂപ്പരുടെ അടുത്തേക്ക് വിട്ടു. ഈ പേടി എനിക്കൊരു പ്രശ്നമായി. പിന്നീട് എൻ്റെ ലൈഫിൽ അതൊക്കെ ഒരു വലിയ പ്രയാസമായിട്ട് മാറി. ഞാൻ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പിന്നെ എനിക്കൊന്നും പറ്റണില്ല. ഒരു ദിവസം ഞാൻ വീഡിയോ തന്നെ ഇട്ടിട്ടില്ല. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. രാത്രിയിലല്ലെങ്കിലേ എനിക്ക് ഈ പനിയുണ്ട്. പകൽ എനിക്ക് പ്രശ്നം വരില്ല. പകൽ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. കൗൺസിലിങ്ങിന് വിളിച്ചാൽ ഞാൻ മുടക്കും. ഞാനില്ല, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ അങ്ങനെ മൊത്തത്തിൽ ഞാൻ ആകെ ഡിമ്മായി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇതൊക്കെ നോക്കാൻ അറിയുന്ന ഒരാളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എന്താ എനിക്ക് പറ്റി? നോക്കുമ്പോൾ ഇതാണ് പ്രശ്നം. ഈ പെട്ടെന്ന് പേടിച്ചതിൽ ഇതിൻ്റെ സ്വാധീനം നമ്മുടെ മേത്തും കയറി, നമ്മുടെ കയ്യും കാലും കെട്ടിയ പോലെയാണ്. അങ്ങനെ ഇതിൻ്റെ പരിഹാര കർമ്മങ്ങൾ ചെയ്തു, അൽഹംദുലില്ലാ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറി, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി. ഇപ്പോൾ ഈ പനിയുടെ പ്രശ്നങ്ങൾ, രാത്രി പനിയുടെ പ്രശ്നങ്ങളും ഈ ആരോഗ്യം, നമുക്ക് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം.